യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്ന് കരുതി ചില ഇന്ത്യൻസ് ജർമ്മനിയിൽ ചെയ്യുന്ന ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്നല്ല, നല്ല ഓർഗനൈസ്ഡ് ക്രൈം എന്ന് തന്നെ പറയണം. ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ +2 വരെ മക്കളെ പൊന്നുപോലെ നോക്കി വളർത്തി 1000 സ്വപ്നങ്ങളുമായി അവരെ ജർമ്മനിയിലോട്ടൊക്കെ അഡ്മിഷൻ കിട്ടി കയറ്റിവിടുന്ന പേരൻസും കൂടാണ്ട് ഇവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ അവരെ 5-6 ദിവസം ആഴ്ചയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരാണ്. ഇവർക്കൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരാൻ പോകുന്നത്. ജർമ്മനി പോലുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തിലോട്ട് അഡ്മിഷൻ കിട്ടി വരുമ്പോൾ നമ്മൾ കരുതുന്നത് ഇവിടെ ഒരു കൂട്ടം മലയാളികൾ നമ്മളെ സഹായിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ എല്ലാം സേഫ് ആയിരിക്കും എന്നാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോകും. ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ഇവർ തുടങ്ങിയ ചില കാര്യങ്ങൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ഫൈൻ കിട്ടാനും അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ അഥവാ നാടുകടത്തലിലോട്ട് വരെ എത്തിക്കാവുന്ന ഗൗരവമേറിയ കുറച്ച് കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജർമ്മനിയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ ജീവിത വിശേഷങ്ങളും ഇവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ചും ഏത് വിസയിൽ ഇങ്ങോട്ട് വരാം, ഇവിടുത്തെ തൊഴിലവസരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മളുടെ ചാനൽ ക്ലൗഡ് മല്ലുവിൽ ഒന്ന് കയറി നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ക്ലൗഡ് മല്ലുവിൻ്റെ ഫാമിലിയുടെ കൂടെ കൂടുക. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു ക്ലൗഡ് മല്ലു. പോയിന്റ് നമ്പർ 1, ജർമ്മനിയിലെ എയർപോർട്ടുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു എയർപോർട്ട് ടാക്സി സ്കാമാണ്. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫംഗ്ഷനിൽ ഒരു കൊച്ച് നാട്ടിൽ നിന്നും മാസ്റ്റേഴ്സ് പഠിക്കാൻ ജർമ്മനിയിലോട്ട് വന്ന് ഇവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഒരു മിനി ജോബ് പോലും കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടി നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞു. പുള്ളിക്ക് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ജർമ്മനിയിൽ ലൈസൻസ് കിട്ടി. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് ഒരു റീല്. ജർമ്മനിയിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ, പലരും ഇട്ടിട്ടുണ്ട്, ഒരു റീല് കണ്ടിട്ട് പുള്ളി പറഞ്ഞു, റീലിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നാട്ടിൽ നിന്നോ അല്ല ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടി വരുമ്പോൾ നമുക്ക് ലഗേജ് ഒത്തിരി ഉണ്ടായിരിക്കും. ഇവിടെ വന്ന് നമുക്ക് താമസിക്കുന്ന സ്ഥലത്തോട്ട് എയർപോർട്ടിൽ നിന്നും ടാക്സി വിളിച്ച് പോകണമെങ്കിൽ നല്ല പൈസയാവും. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാം, ആളുകളെയും ലഗേജും സുരക്ഷിതമായിട്ട് ഇവരുടെ താമസ സ്ഥലത്താക്കി തരും. ഇതായിരുന്നു ആ റീല്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു റീലും പുള്ളി കണ്ടു. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ജർമ്മനിയിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് ശമ്പളം പറ്റില്ലെങ്കിൽ അവർക്കൊരു സൈഡ് ഇൻകം എന്ന രീതിയിൽ അവർക്ക് വീക്കെൻഡുകളിലോ അല്ലെങ്കിൽ ടൈമുള്ള ദിവസങ്ങളിലോ അവർക്ക് ടാക്സി ആയിട്ട് ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആളുകളെ പിക്ക് ചെയ്ത്, മലയാളികളെ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയാക്കാം. അപ്പോൾ ഈ റീല് കണ്ട പയ്യൻ ഇവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഫ്രഷ് ആയിട്ട് ലൈസൻസ് കിട്ടിയുള്ളൂ, എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇതുപോലെ എയർപോർട്ടിൽ നിന്ന് ആളെ പിക്ക് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷനുണ്ട്, നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത്, ഇതുപോലെ ചെയ്യുന്നത് ലീഗലാണോ, ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാളുടെ ഒരു കസിൻ ഇവിടെ ട്രാഫിക് പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രാഫിക് പോലീസിലുള്ള ആളും ഇന്ത്യക്കാരനാണ് കേട്ടോ, 40 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ആ കാര്യങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങളും കരുതി കാണും, ഇതിലിപ്പോൾ എന്താ ഉള്ളത്, ഇത് ടാക്സി ഒന്നും അല്ലല്ലോ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ, ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വിടുന്നല്ലേ ഉള്ളൂ, മലയാളികൾക്ക് 2 പൈസ കിട്ടുന്നതിന് നമുക്ക് എന്താ പ്രശ്നമെന്ന്. പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ കുട്ടികളുടെ പേര്, വരുന്ന ഫ്ലൈറ്റ്, ഏത് ടൈമിലാണ് ലാൻഡ് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇവിടെ താമസിക്കുന്ന ജർമ്മനിയിൽ ഇവരുടെ അഡ്രസ്സ്, എവിടെയാണ് താമസിക്കുന്നത്, എത്ര പേരാണ് വരുന്നത്, അവരുടെ ലഗേജ് എത്ര എണ്ണം ഉണ്ട്, ഏത് ടൈപ്പ് വണ്ടി വേണം, പിന്നെ എത്ര കിലോമീറ്റർ ഉണ്ട്, ആ കിലോമീറ്ററിന് എത്ര രൂപയാണ് തരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഇടും. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്ക് വേണേലും, ജർമ്മനിയിലുള്ള ആർക്ക് വേണേലും ആഡാവാം. എനിക്ക് തോന്നുന്നു 400-450 പേര് ഇപ്പോൾ ഉണ്ട്. നാളെ അത് 2000-5000 പേരാവും. ഈ ഗ്രൂപ്പിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം വരുന്നു. ഇവർ പറയുന്നു, ഇന്ന റേറ്റിന് ഞാൻ പോകാമെന്ന് പറയുന്നു. അതിലും താഴെയുള്ള വേറെ ആരെങ്കിലും റേറ്റിൽ പറഞ്ഞ് ഒരു ലേലം വിളി പോലെ അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നു. അയാൾ ഈ ജോബ് ഏറ്റെടുക്കുന്നു, ഇന്ന ദിവസം പോയി ഈ കുട്ടിയെ വിളിക്കുന്നു. ഇതാണ് നടക്കുന്നത്. ഇതിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ കുട്ടികൾ, വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾ പോലും അറിയില്ല ഇത്രയും വലിയൊരു വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഈ കുട്ടികളുടെ ഇത്രയും ഡീറ്റെയിൽസ് ഇടുന്നുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഡേഞ്ചർ പാർട്ട് എന്താണെന്നറിയോ? ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കോ അല്ലെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ള 400-500 പേര്, അല്ലെങ്കിൽ നാളെയുള്ള 1000-2000 പേര്. ഇതിലുള്ള 1-2 പേര് ചേർന്ന് നാളെ ഒരു ക്രൈം ഓർഗനൈസ് ചെയ്താൽ, ഇപ്പോൾ വരുന്ന 2 പെൺകുട്ടികളായിരിക്കും വരുന്നത്, ഇവർ 1-2 പേരോ ചേർന്ന് ഈ ജോബ് എടുത്ത് ഒരു ക്രൈം ഓർഗനൈസ് ചെയ്താൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻസോ ഒന്നും ഇവരെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. ആർക്ക് പോയി? നമ്മുടെ നാട്ടിലെ കുട്ടികളെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട്
ജർമ്മനി പോലുള്ള ഒരു രാജ്യത്തോട്ട് വിശ്വസിച്ച് കയറ്റിവിടുന്ന മാതാപിതാക്കൾക്കാണ് ഇതിൻ്റെ റിസ്ക്. ഇതിൽ അടുത്ത ക്രൈം എന്ന് പറയുന്നത് ഡാറ്റൻ ഷുട്ട്സ് അഥവാ ഡേറ്റ പ്രൈവസി. ഗൂഗിളിനെയും ആപ്പിളിനെയും വരെ മുട്ടുകുത്തിച്ച ഡേറ്റ പ്രൈവസി ലോസ് ആണ് ജർമ്മനിക്ക് അല്ലെങ്കിൽ യൂറോപ്പിനുള്ളത്. സോ ഈ കുട്ടികളുടെ റിട്ടേൺ കൺസെൻറ്റ് ഇല്ലാണ്ട് ഇത്രയും വലിയ ഡീറ്റെയിൽസ്, ഇത്രയും വലിയ ഇൻഫർമേഷൻസ് ഇങ്ങനെ ഒരു തുറന്ന വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഇടുന്നത് വഴി ഇവർ ചെയ്യുന്ന, അറിഞ്ഞോണ്ടോ അറിയാണ്ടോ, ചിലപ്പോൾ എനിക്ക് ഇവരുടെ പേരോ അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആളുകളുടെ പേരോ അല്ലെങ്കിൽ ഇതിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനിയുടെ പേരോ ഇതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഡേറ്റ ഷുട്ട്സ്, ഡേറ്റ പ്രൈവസി കാരണം എനിക്കിത് പറയാനും പാടില്ല. പക്ഷേ ഇവരെ എനിക്ക് ഒന്നും ചെയ്യണം, എനിക്ക് പേഴ്സണലി അറിയില്ല. ഇവർ നല്ല ഉദ്ദേശത്തോടു കൂടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് വന്ന ഒരു ആശയമായിരിക്കും. പക്ഷേ ഇവരറിയാതെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ ഫൈൻ കിട്ടാവുന്ന രീതിയിലുള്ള കുറ്റകൃത്യം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട് കടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യമായിരിക്കാം ഇവർ ചെയ്യുന്നത്. ഇവർക്കെതിരെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നെങ്കിൽ ഓൺലൈൻ വാഹ് എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിലോട്ട് എനിക്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ആരും ഇപ്പം ഞാൻ ഇവിടെ ചോദിച്ച പലരും ഇവർ വഴി ആളെ പോയി പിക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ വഴി ഇതുപോലെ ഒരു ടാക്സി ഒക്കെ ഉപയോഗിച്ച്, കള്ള ടാക്സി എന്ന് വേണം നമുക്ക്, ഞാൻ ഗൾഫിലുണ്ടായിരുന്നുകൊണ്ട് പറയുന്നതാണ്, അങ്ങനെയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പരിചയമുള്ളവർ വഴി വന്നിട്ടുണ്ട്. വളരെ വലിയൊരു ക്രൈമാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ്, അവരുടെ ഇൻഫർമേഷൻ ഇല്ലാണ്ട് ചിലപ്പോൾ അവർ വരുന്ന ഏജൻസി ആയിരിക്കും ഇവർക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ ഡയറക്റ്റ് അറിയുക പോലും ഇല്ല. ആ ഇൻഫർമേഷൻസ് ആണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു പൈസ മേടിച്ച് നമ്മുടെ വണ്ടിയിൽ ഒരാളെ കയറ്റണമെങ്കിൽ നമുക്ക് പി ഷൈൻ, അതിന് പറയുന്നത് പേഴ്സോൺ ആൻഡ് ബെഫോർഡും ഷൈൻ, ആ ഒരു ലൈസൻസ് നമുക്ക് വേണം. അതിന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്ക് പോലീസ് ക്ലിയറൻസ് വേണം. 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള, മച്ചുറായിട്ടുള്ള, 2 വർഷത്തിൽ കൂടുതൽ വാലിഡ് ആയിട്ടുള്ള ജർമ്മൻ ലൈസൻസ് ഉള്ള, പോലീസ് ക്ലിയറൻസ് ഉള്ള, ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ ചെയ്ത ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പി ഷൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു വണ്ടിയിലെ ആളുകളെ കയറ്റി പൈസ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കും ഇതിപ്പോൾ ടാക്സി ആയിട്ടൊന്നും അല്ലല്ലോ, ജസ്റ്റ് നാട്ടിൽ ഇച്ചിരി പൈസ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല, ഞങ്ങൾ 100 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന്. ഇതിലെ റിസ്ക് ഇദ്ദേഹം പറഞ്ഞു എന്നാണെന്നറിയാമോ? ഒരു പ്രാവശ്യം, 101ാമത്തെ പ്രാവശ്യം നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ വരുന്ന, നിർഭാഗ്യവശാൽ ഈ വണ്ടി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കട്ടെ, മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ആൻഡ് ഈ വരുന്ന ന്യൂ കമറിന് സീരിയസ്ലി ഇഞ്ചുറി ഉണ്ടായി, നല്ല അത്യാസന്ന നിലയിൽ, ഇപ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് വേറെ ഇൻഷുറൻസ് ഒന്നുമില്ല, ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ആ കുട്ടികളുടെ അടുത്ത് പോലീസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ ചോദിക്കുമ്പോൾ അവർ നാച്ചുറലി പറയും, ഇതുപോലെ എൻ്റെ നാട്ടിലെ ഏജൻസി അറേഞ്ച് ചെയ്തൊരു വണ്ടിയിൽ കയറിയാണ് ഞാൻ വന്നതെന്ന്. വേറെ അപ്പോൾ ഈ ടാക്സി ഓടിച്ച ആളുകൾക്ക് വേറെ ഒന്നും അവിടെ പറയാനുണ്ടായിരിക്കില്ല. എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ നിയമം, അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ട് വന്നതാണ്, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്കിവിടെ ഒരു ലൈസൻസ് കിട്ടുമ്പോൾ ആ ലൈസൻസിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഏത് തരത്തിലുള്ള വണ്ടി ഓടിക്കാം, എന്ത് ആവശ്യത്തിന് വേണ്ടി ഓടിക്കാം എന്നുള്ളത്. കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഈ കൊച്ചിന് ഒത്തിരി ഹോസ്പിറ്റൽ ചെലവുകളാവും, ലക്ഷക്കണക്കിന് യൂറോയാകും. ആ പൈസ നിങ്ങളുടെ ഇൻഷുറൻസ്, സാധാരണ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ്, നിങ്ങൾക്ക് ഓടിക്കാനുള്ള ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ കാറിനുള്ളത്. ഇത്തരം ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസ മൊത്തം ഈ ഓടിച്ച ആൾ കൊടുക്കേണ്ടതായിട്ടും വരും. ക്രിമിനൽ കേസും ഈ ഓടിച്ച ആളുടെ പേരിലുണ്ടായിരിക്കും. ഇത്തരം നിയമങ്ങളൊന്നും അറിയാതെ നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യാനോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇതുപോലെ ഈ പാവങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ശനിയാഴ്ച കിട്ടിയ ഇതുപോലെ ഒരു ഓട്ടം പോകുന്നത് 200-300 യൂറോ നമുക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സാലറി അല്ലാണ്ടൊന്നും മാറ്റി വയ്ക്കാൻ പറ്റുമല്ലോ. കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു മാസത്തെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഇവരറിയാതെ ഇവരെടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ താമസിക്കാനുള്ളവരോട് പറയേണ്ടത്, ഇവിടെ എന്ത് കാര്യമാണെങ്കിലും €1 എക്സ്ട്രാ ഉണ്ടാക്കാൻ നോക്കിയാലും ഇവിടുത്തെ ലീഗാലിറ്റിയെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഓരോ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഓരോ ബിസിനസ് ഐഡിയകൾ തുടങ്ങുന്നവർ ഉറപ്പായിട്ടും, നിങ്ങൾ മാത്രമല്ല, നമ്മൾ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യമല്ല, മറ്റുള്ളവരെ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ലീഗൽ സൈഡ് അവർക്ക് നാളെ നമ്മൾ പറഞ്ഞ ഒരു ജോലി ചെയ്തിട്ട് അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരു 1.5 ലക്ഷം രൂപ ഫൈനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ നാടുകടത്തലോ ഒക്കെ ഉണ്ടായ ഒരു ഫാമിലി, 2-3 കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി എത്ര വർഷങ്ങൾ കഷ്ടപ്പെട്ടാലാണ് ഈ പൈസ ഒന്ന് തിരിച്ചടയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയിൽ ഇവിടെ പുതിയതായിട്ട് വീട് മേടിച്ച ഒരു മലയാളിയെ സഹായിക്കാൻ വേണ്ടി വേറൊരു മലയാളി ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് വർക്ക് ചെയ്തു കൊടുത്തു. അയാൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷക്കണക്കിന് യൂറോ, ഏകദേശം 2 കോടിയോളം ഇന്ത്യൻ രൂപയാണ്. ആ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കൂടാതെ നമ്മുടെ നാട്ടിൽ നിന്നും മാസ്റ്റേഴ്സ് പഠിക്കാൻ
പഠിക്കാൻ വന്ന് ഇവിടെ ജോലി കിട്ടാതെ ഒരു പയ്യൻ ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നവരെ വിസ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് 3500 മുതൽ 5500 യൂറോ വരെ ഈ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ ആളുകളുടെ കയ്യിൽ നിന്ന് മേടിച്ച് അവരെ കൊണ്ടുപോയി ആക്കുന്ന സ്ഥലങ്ങൾ ചില ഗുജറാത്തുകളുടെയും ശ്രീലങ്കക്കാരുടെയൊക്കെ അടിയിൽ ചില ഹോട്ടലുകളിൽ അല്ലെങ്കിൽ കാടുകളിലുള്ള ചില മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിൽ ഇങ്ങനെയൊക്കെ ആക്കി അവരവിടെ വിസയ്ക്ക് വേണ്ടിയിട്ട് ശമ്പളം പോലും ഇല്ലാണ്ട് ആട് ജീവിതം നയിക്കുന്ന മലയാളികളുടെ കഥ. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം. അടുത്ത വീഡിയോയിൽ കാണാം. ക്ലൗഡ് മല്ലു സൈനിങ് ഓഫ്. ബൈ ബൈ.